പക്ഷെ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയല്ല. അവർക്ക് വലിയ ആഘോഷമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ആ സന്തോഷം അവർക്ക് വരാൻ കാരണം അതിന് മുൻപ് ഒരു വിഷയത്തിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിനെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്കുള്ളൊരു അപ്രീതിയാണ് എന്നിലേക്കുള്ള അപ്രീതിയായിട്ട് മാറിയതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ CPIയുടെ ജില്ലാ സെക്രട്ടറി യാതൊരുവിധ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെക്കുറിച്ചും ധാരണയുള്ള ആളല്ല. അപ്പോൾ ഇതിനു മുൻപ് അവിടെ ഇരുന്ന ആ കസേരയിലിരുന്ന ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് പാർട്ടി കണ്ടെത്തി അയാൾക്കെതിരെ നടപടിയെടുത്തു. ഞാനൊരു ആരോപണം മാത്രമാണ് ഉന്നയിച്ചത് എങ്കിൽ, ഞാൻ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചത് എങ്കിൽ, എനിക്ക് തെളിവുകളില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി പോകേണ്ടി വരില്ലായിരുന്നു. ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറിയതല്ല. അവിടെ സ്ഥാനമൊന്നും കിട്ടുന്നില്ല എന്നുകൊണ്ട് ഇനി വേറൊരു പാർട്ടിയിൽ പോയി സ്ഥാനം നോക്കിയാലോ എന്ന് പറഞ്ഞു പോയതല്ല. ഒരു ചെവിട് പോയിട്ട് ഒരു വിരൽത്തുമ്പ് ചവിട്ടാൻ ഇടം തരാതിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടി ഇറങ്ങേണ്ടി വന്നതാണ്. എന്നിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എങ്കിൽ, എന്താണ് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. അവർ വിക്ടിംസ് ആണെന്നോ ഒന്നും അയാൾ സമ്മതിക്കുന്നില്ല. ബട്ട് ഹി ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദി കംപ്ലൈനൻസ്. ധാർമ്മികമായി ഒരു മോറൽ സ്റ്റാൻഡേർഡ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂത്ത് ഐക്കണായി വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എന്താ പറയുക പാളിച്ചകൾ സംഭവിച്ചോ? ഇത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണം സ്പാർക്ക് ചെയ്യുന്നത് ഒരു നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരിതുവരെ രാഹുലിനെതിരെ ഒരു പരാതിയും രേഖാമൂലം നൽകിയിട്ടില്ല. അവരെവിടെയെങ്കിലും സാക്ഷിയായിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അതിജീവിതകളെക്കുറിച്ച് പറയേണ്ട അവരുടെ ആ നിലപാടിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഓരോ ചാനലിന് ഈ വിഷയത്തിൽ കൃത്യമായ അജണ്ടയുണ്ട്. കാരണം അല്ലെങ്കിൽ എന്നിലേക്കൊരു കോൾ വരേണ്ട ആവശ്യമില്ല. ഇനി കോൾ വന്നാൽ തന്നെ ശരി, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോൾ എന്തിനാണ്? ഒരു പരാതിയുള്ള ഒരാൾ പരാതിക്കാരി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നുണ്ട്. അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവരവരുടെ സുഹൃത്തുക്കളോട് ആലോചിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരായി തന്നെ. ഇപ്പോൾ എനിക്കൊരാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ കൂടിയാലോചനകൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി നടത്തുകയും ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യും. അത് ഒരു ചാനലിനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. റിപ്പോർട്ടറിൻ്റെ ഭാഗത്തുണ്ടായ ആ ഒരു നടപടിയാണോ പിന്നീട് അങ്ങോട്ട് മുൻപോട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് ലൈവുമായി താങ്കൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു? അവിടെയും താങ്കൾ രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടെടുത്തു, അല്ലെങ്കിൽ താൻ അതിജീവിതനൊപ്പമാണ് എന്നൊരു പ്രയോഗം അവിടെ നടത്തിയിരുന്നു. അതാണ് പ്രധാനമായും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് അതിജീവതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അവർ തന്നെ താങ്കൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസെടുത്തിട്ടില്ല അല്ലേ? ഇല്ലെന്നാണ്. കേസെടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഈ റിപ്പോർട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വ്യക്തിമൈസ് ചെയ്യാനുണ്ടായ ആ ശ്രമമാണോ പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റാൻഡുമായി മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്? ഞാനൊരു തേർഡ് പേഴ്സണായിട്ട് ഞാൻ ഔട്ട്സൈഡ് കോൺഗ്രസ് ആയിരുന്നു അന്ന്. അപ്പം ഞാനൊരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനകത്തൊരു അജണ്ട ഉണ്ടെന്നുള്ളത് പ്യുവർലി കോമൺ സെൻസ് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിലേക്ക് ഒരു എൻക്വയറി വരുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ നമുക്കൊരു ഉറപ്പ് വരും. കാരണം അന്വേഷിച്ച് നടക്കുന്നുണ്ട്, ഒരാളെ കിട്ടിയാൽ അത് വെച്ച് കുറച്ചുകൂടി ഇത് തന്നെ ഹയസ്റ്റ് ഫോം ഓഫ് സൈബർ പറഞ്ഞ മീഡിയ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമ വിചാരണ. അതെ, ദുരൂഹത എന്നതിനപ്പുറത്തേക്ക് ഇപ്പം 3 കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെയും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിജീവതയെ അപമാനിച്ചു എന്നുള്ള ലൈനിലേക്ക് പിന്നീട് ഇത് മാറ്റപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സോഷ്യൽ പെർസ്പെക്റ്റീവിലും ലീഗൽ പെർസ്പെക്റ്റീവിലുമാണ് സ്വാഭാവികമായിട്ടും ഏതൊരു വിഷയവും നോക്കിക്കാണുക. അപ്പോൾ ഒരു നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഒരാൾ ചെയ്തത് തെറ്റല്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അയാളെ കുറ്റക്കാരനെന്ന് വിളിക്കുവാനുള്ള ധാർമ്മികമായ നിയമപരമായ അവകാശമില്ല. രാഹുൽ മാങ്കൂട്ടവുമായി സ്വാഭാവികമായും നിങ്ങൾ ഒരേ ജില്ലയിൽ പ്രവർത്തിച്ചവരായതിനാൽ പരിചയമുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ നിങ്ങളൊരു വിവാഹാലോചന പോലും നടന്നിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗം കേൾക്കുക? ഇപ്പോൾ അവർ ഒരുപാട് എന്താ പറയുക, അവർക്കുള്ള ട്രോമയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് അതിജീവിതൻ എന്ന് പറയുന്ന പേര് നമ്മൾ ആ പട്ടികയുണ്ട്. അതിജീവിതൻ ഒരാളാണെങ്കിൽ രണ്ടാമനായി മൂന്നാമനായി മറ്റു പേരുകളുണ്ട്. മനസ്സിലായി. ഇപ്പം ഞാനിവിടെ കൃത്യമായിട്ടൊന്ന്, അതായത് ഞാനിപ്പോൾ താങ്കളുടെ നിലപാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നതും വിലയിരുത്തപ്പെടുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യായീകരണം നടത്തുന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവെന്നാണ്. അത് സ്ത്രീകളുടെ പക്ഷം പറയുന്ന ഒരു കാലഘട്ടത്തിൽ, സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നിരുന്ന്
അതും അവിവാഹിതയായ പൊതുരംഗത്ത് ജനപ്രതിനിധിയായിരിക്കുന്ന സ്ത്രീ വന്നിരുന്ന് പുരുഷൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു കൗതുകം കൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം, ഒരുപാട് ലെങ്തിയാക്കുന്നില്ല, അതും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്, മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം തോറ്റ് കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥിമാരുടെ പട്ടികയിലാണോ താങ്കളുടെ പേര് എന്ന് സംശയിക്കുന്ന വിധമായിരുന്നു വോട്ടെണ്ണൽ ദിവസത്തെ ചില മാധ്യമ പ്രതികരണങ്ങൾ. വോട്ടെണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ പരാജയപ്പെട്ടു എന്ന ഒരു ന്യൂസ് കാർഡുകൾ പോലും പല മേജർ ചാനലുകളിൽ നിന്നും പുറത്തു വരികയുണ്ടായി. റിപ്പോർട്ടർ ടി വിയിലൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ആഘോഷമായിട്ടാണ് റണ്ണിങ് കമൻട്രി പോലെ താങ്കളുടെ പരാജയം വോട്ടെണ്ണി തീരുന്നതിന് മുമ്പേ തന്നെ ആഘോഷിച്ചത്. എന്തായിരുന്നു അതിനൊരു കാരണം? അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ ചാനലുകളുടെ ഒരു അപ്രീതിക്ക് കാരണമാകാനുള്ളൊരു കാരണം എന്താണ്? എനിക്ക് അങ്ങനെ ഞാൻ തോറ്റ് കാണണമെന്നൊരാഗ്രഹം അവർക്ക് ഉള്ളതായിട്ട് ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പറഞ്ഞ പോലെ വോട്ടെണ്ണലിൻ്റെ ദിവസം കൗണ്ടിങ്ങിൻ്റെ ആ സമയത്ത് ഏറ്റവും അവസാന ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുവെന്ന് കണ്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു താല്പര്യം എവിടെയോ ഉണ്ട് എന്നൊരു സംശയം തോന്നി. പക്ഷേ ജെനുവനായിട്ട് അങ്ങനെ ഒരു തെറ്റായ വാർത്ത സ്വീകരിച്ചു പോയ മാധ്യമങ്ങളുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയല്ല. അവർക്ക് വലിയ ആഘോഷമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ആ സന്തോഷം അവർക്ക് വരാൻ കാരണം അതിന് മുൻപ് ഒരു വിഷയത്തിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിനെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്കുള്ളൊരു അപ്രീതിയാണ് എന്നിലേക്കുള്ള അപ്രീതിയായിട്ട് മാറിയതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവർക്ക് അന്നേരം ഉണ്ടായ സന്തോഷം കണ്ടപ്പോൾ, പിന്നീട് ഏറ്റവും അവസാനം റിസൾട്ട് എന്താണെന്ന് കണ്ടപ്പോൾ എനിക്ക് അവരുടെ സന്തോഷം ആലോചിക്കുമ്പോൾ, ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, CPIയിൽ നിന്നായിരുന്നു 2020 മത്സരിച്ച് വിജയിച്ചത്. അതേ ഡിവിഷനിൽ തന്നെ 2025 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു, വിജയിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായി താങ്കൾ 2 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയം നേടി, ഒരേ ഡിവിഷനിൽ നിന്ന് വിജയം നേടി. പക്ഷേ ഈ പാർട്ടി മാറ്റം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ്? അത് നമ്മൾ ന്യായീകരണം വേണ്ട പാർട്ടി മാറ്റമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ന്യായീകരണം മീൻസ് എന്താ പറയുക, ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലെ ന്യായീകരണം എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം എൻ്റെ കേസിൽ അവിടെ ഇല്ല. കാരണം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച്, പള്ളിക്കലുള്ള ജനങ്ങളെ സംബന്ധിച്ചും പിന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വങ്ങളെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ പാർട്ടി മാറിയത് ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം എത്തിയതിന് ശേഷമാണ് എന്ന്. പാർട്ടി മാറുന്ന ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ പാർട്ടി മാറുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി മാറണം. കാരണം പാർട്ടി CPI പത്തനംതിട്ട ജില്ലാ നേതൃത്വം 2020 ഡിസംബറിൽ തീരുമാനിച്ചതാണ്. 2023 ഡിസംബർ മാസം 30-ാം തീയതി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയുടെ ശ്രീനാദേവി കുഞ്ഞമ്മ ആയിരിക്കും പ്രസിഡന്റ് ആവുക എന്നുള്ളത് പാർട്ടി തീരുമാനമാണ്. അതെൻ്റെ തീരുമാനമല്ല, എൻ്റെ സ്വാധീനമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി വ്യതിചലിച്ചു. ആ ഘട്ടത്തിൽ ഞാൻ പാർട്ടി മാറിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ നീക്കപ്പെട്ടിട്ടില്ല. 2025 ജനുവരി മാസം 31-ാം തീയതി യാതൊരു കാരണങ്ങളുമില്ലാതെ അടിസ്ഥാനരഹിതമായ കാരണങ്ങളും വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് എന്നെ പുറത്താക്കാനുള്ളൊരു ശ്രമം AIVFൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുണ്ടായി. നിർഭാഗ്യവശാൽ അവരന്ന് അതിൽ വിജയിച്ചു. അങ്ങനെ എന്നെ പുറത്താക്കി. 2 മാസത്തിനകം, മാർച്ച് മാസം 24-ാം തീയതി ആണെന്ന് തോന്നുന്നു, തിരിച്ചെടുക്കേണ്ട സാഹചര്യവും വന്നു. വിത്തിൻ 2 months, 2 മാസം എടുത്തില്ല, അതിനു മുമ്പ് തിരിച്ചെടുത്തു. കാരണം എൻ്റെ ഭാഗത്ത് ആണ് ശരിയെന്ന് ഞാൻ പ്രൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കയറാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി പുറത്താക്കുന്ന ഘട്ടം വന്നപ്പോഴും ഞാൻ പാർട്ടി വിട്ടിട്ടില്ല. അപ്പോഴും എനിക്ക് റീസൺസ് ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല ഗ്രൗണ്ട്സിൽ എനിക്ക് പാർട്ടി മാറാകുന്ന സാഹചര്യമായിരുന്നു. എക്സ്ട്രീമാണ് അതെല്ലാം, അത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തിയും. പക്ഷേ അതിനുശേഷം എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് തരില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കുക. അതായത് CPIയുടെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം AIVF എന്ന് പറയുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾക്ക്, ഒരു വനിത എന്ന് എല്ലായിടത്തും വനിതകൾക്ക് പ്രയോറിറ്റി കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് പ്രയോറിറ്റി പോയിട്ട് ഈവൻ മിയർ കൺസിഡറേഷൻ പോലും അത്തരത്തിൽ ലഭിച്ചിട്ടില്ല CPIക്കുള്ളിൽ നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ പോലും ഒരു പരിഗണന ലഭിക്കാതെ പുറത്താക്കപ്പെടുന്ന സാഹചര്യം വന്നു. പാർട്ടി മെമ്പർഷിപ്പ് നിഷേധിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കുടുംബത്തിലല്ല എന്ന് മുഖത്ത് നോക്കിയ ഒരു കുടുംബനാഥൻ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇറങ്ങുക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല.
അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വളരെ ഡയറക്റ്റാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, കംപ്ലീറ്റ് ആയില്ല. ഇല്ല, എന്നാ പറഞ്ഞോളൂ. പാർട്ടി മാറുന്നത് ന്യായീകരിക്കേണ്ടി വരുന്നില്ല. ഈ ഒരു എൻറ്റയർ സീക്വൻസ് ഓഫ് തിങ്സ്, എന്താ പറയുക, സീക്വൻസ് ഓഫ് ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള സീക്വൻസ്, പൊളിറ്റിക്കൽ ട്രോമ എന്ന് പറയാവുന്നത് ഗിഫ്റ്റ് ചെയ്തൊരു പാർട്ടിയാണ് CPI. എൻ്റെ എത്രത്തോളം ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടും അവിടെ തന്നെ തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിനുള്ള ഒരു പഴുത് പോലും എനിക്ക് തന്നിട്ടില്ല. CPIയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഞാൻ ഈ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കത്തുകൾ കൊടുക്കുകയും നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഈ വിഷയം സോൾവ് ചെയ്യണം, എനിക്ക് മെമ്പർഷിപ്പ് തരണം, ജില്ലയിലാണത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, സംസ്ഥാനത്തിലൊരു കൺട്രോൾ കമ്മീഷനിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കരുത് എന്നൊക്കെ ഞാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ CPIയുടെ ജില്ലാ സെക്രട്ടറി യാതൊരുവിധ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെക്കുറിച്ചും ധാരണയുള്ള ആളല്ല. അപ്പോൾ ഇതിനു മുൻപ് അവിടെ ഇരുന്ന ആ കസേരയിലിരുന്ന ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് പാർട്ടി കണ്ടെത്തി അയാൾക്കെതിരെ നടപടിയെടുത്തു. ഞാനൊരു ആരോപണം മാത്രമാണ് ഉന്നയിച്ചത് എങ്കിൽ, ഞാൻ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചത് എങ്കിൽ, എനിക്ക് തെളിവുകളില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി പോകേണ്ടി വരില്ലായിരുന്നു. പക്ഷെ പാർട്ടി നടപടി എടുത്തു, അയാളെ മാറ്റി നിർത്തേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പിന്നീട് ഇങ്ങോട്ട് എനിക്കുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ. പിന്നീട് ഇങ്ങോട്ടെന്ന് പറയുന്നതിലും ശരിയല്ല, അതിന് മുൻപേ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് എൻ്റെ പരാതി ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നത്, തെറ്റായ നടപടികൾ ഉണ്ടാകുന്നത്, മെമ്പർഷിപ്പ് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കേണ്ട എന്ന തീരുമാനം. പിന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്ക് പരാതി കൊടുത്തു, പാർട്ടി നടപടിയെടുത്തു, അയാൾ തെറ്റുകാരനാണെന്ന് പാർട്ടി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പാർട്ടിയെ, അതായത് CPIയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, നാളെ ഒരാൾ പരാതിയും കൊണ്ട് വന്നാൽ അയാൾക്ക് നീതി ലഭിക്കാൻ എൻ്റെ ഈ വാചകം തടസ്സം നിൽക്കാൻ പാടില്ല. ഒരാൾ പരാതി കൊടുത്താൽ അയാളുടെ പരാതി അഡ്രസ്സ് ചെയ്യപ്പെടണം. പക്ഷെ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാചകങ്ങൾ ലിമിറ്റ് ചെയ്യുമ്പോൾ, പക്ഷേ CPI ഒരിക്കലും അങ്ങനെ പരാതി കൊടുത്ത ആളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥകൾ മുഴുവൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഡിവിഷനിലെ ഒരാളോടും എനിക്കിത് വ്യക്തിപരമായിട്ട് ന്യായീകരിക്കേണ്ടി വന്നില്ല. ബിക്കോസ് ദേ വെർ വിറ്റ്നസിങ് ഓൾ മൈ സ്ട്രഗിൾസ് ത്രൂ ഔട്ട് ദ 5 years. സോ എനിക്ക് അങ്ങനെ ഒരു പറച്ചിലോ ന്യായീകരണമോ വേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറിയതല്ല, അവിടെ സ്ഥാനമൊന്നും കിട്ടുന്നില്ല എന്നുകൊണ്ട് ഇനി വേറൊരു പാർട്ടിയിൽ പോയി സ്ഥാനം നോക്കിയാലോ എന്ന് പറഞ്ഞു പോയതല്ല. ഒരു ചെവിട് പോയിട്ടൊരു വിരൽത്തുമ്പ് ചവിട്ടാൻ ഇടം തരാതിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടി ഇറങ്ങേണ്ടി വന്നതാണ്. അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ന്യായീകരണങ്ങളൊന്നും ഒരിടത്തും പറയേണ്ടി വന്നിട്ടില്ല. അവസാനിപ്പിച്ചെങ്കിൽ ഒരു ചോദ്യം, അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യമായി ഒരു സ്റ്റേറ്റ് ലെവൽ ന്യൂസ് പ്രസൻസിലേക്ക് വരുന്നത് AP ജയനെതിരെ പരാതി കൊടുക്കുമ്പോഴാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറിയെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ച് പാർട്ടി അയാളെ തരം താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്താണ് ആദ്യമായി ഒരു വാർത്താ പ്രാധാന്യം നേടുന്നത്. പക്ഷേ രണ്ടാമത് വാർത്താ പ്രാധാന്യം നേടുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന CPI വനിതാ നേതാവ് എന്ന നിലയിലായിരുന്നു. അപ്പോൾ താങ്കൾ അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു, അതിൽ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും താങ്കൾക്കുണ്ടായിരുന്ന അനുഭവം, താങ്കൾ പൊതിഞ്ഞാണ് പറഞ്ഞിരുന്നത്, ആരുടെയും പേര് പറയാതെ, ചാനലിൻ്റെയോ വിളിച്ച മാധ്യമ പ്രവർത്തകരുടെയോ പേര് പറയാതെ താങ്കളെ ഒരു ഇരയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെതിരെ ഒരു തുറന്നെഴുത്ത് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂളായി ചിത്രീകരിക്കപ്പെടുകയും മുൻവിധിയോടുകൂടി ആളുകൾ സമീപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ട്രോമയ്ക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ ട്രോമയിലേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അതിൽ ഈ അന്ന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തതുമായി കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അത്തരം കമൻസ് അന്ന് വന്നപ്പോൾ വലിയ രീതിയിലുള്ളൊരു അപമാനിക്കൽ അവിടെ നടന്നിട്ടുണ്ട്. സൈബർ ബുള്ളിങ്ങിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖം അന്നാണ്. അതിനു മുൻപ് ഞാൻ മറ്റു പഴയ പരാതിയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ദ വേഴ്സ്റ്റ് ഫോം എന്ന് പറയുന്നത് കണ്ടത് ആ ഒരു കാലത്താണ്. ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ പറഞ്ഞ DYFIയുടെയും CPMൻ്റെയും CPIയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ളവർ ബോധപൂർവ്വം നടത്തിയ ആക്രമണങ്ങളാണ്. പള്ളിക്കലെ സംബന്ധിച്ച്, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പള്ളിക്കലുള്ള ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെ പോലും അവർ വളച്ചൊടിച്ച് മറ്റൊന്നാക്കി എഴുതിക്കൊണ്ട് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ അങ്ങനെ ഒരു തുറന്നെഴുത്ത് ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിളിച്ച ചാനൽ ഏതാണ് എന്ന് പിന്നീട് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ആ ചാനൽ ഇതുവരെ അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ റിപ്പോർട്ടർ ചാനലാണ് ഇത് പറഞ്ഞത് എന്നുള്ളതിൻ്റെ പ്രതിഷേധമാണല്ലോ, അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണല്ലോ. ഞാൻ തോറ്റു എന്നുള്ളത്, തോൽക്കാത്ത എന്നെ തോൽപ്പിച്ച് ഒരു നിമിഷത്തെ ഒരു ആനന്ദം പങ്കുവെച്ചുകൊണ്ട് ആഹ്ലാദിക്കാൻ, അത്രയും ഒരു ഉന്മാദാവസ്ഥയിലെ ആഹ്ലാദം ഒക്കെ ഒരു ചാനൽ പ്രകടിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അവർ നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉന്മാദാവസ്ഥ പ്രകടിപ്പിച്ച ആ മാധ്യമ പ്രവർത്തക തന്നെയായിരുന്നോ വിളിച്ചത്? അതായത് സുജയ പാർവതി ആയിരുന്നോ വിളിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല, അല്ല, തീർച്ചയായും
അപ്പോൾ അങ്ങനെ വിളിച്ച ഒരു മാധ്യമ പ്രവർത്തക ഉള്ള ഒരു സ്ഥാപനം, അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടും അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, റിപ്പോർട്ടർ ചാനലിന് ഈ വിഷയത്തിൽ കൃത്യമായ അജണ്ടയുണ്ട്. കാരണം അല്ലെങ്കിൽ എന്നിലേക്കൊരു കോൾ വരേണ്ട ആവശ്യമില്ല. ഇനി കോൾ വന്നാൽ തന്നെ ശരി, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോൾ എന്തിനാണ്? ഒരു പരാതിയുള്ള ഒരാൾ, പരാതിക്കാരി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നുണ്ട്. അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവരവരുടെ സുഹൃത്തുക്കളോട് ആലോചിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരായി തന്നെ. ഇപ്പോൾ എനിക്കൊരാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ കൂടിയാലോചനകൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി നടത്തുകയും ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യും. അത് ഒരു ചാനലിനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അന്നൊരു പരാതിയും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ജൂലൈ ലാസ്റ്റ് വീക്ക് തൊട്ട് ലൈവായി നിൽക്കുന്നൊരു വിഷയം. ഒക്ടോബർ ലാസ്റ്റ് നവംബർ 2nd വീക്ക് വരെയും ഇത് ഭയങ്കര ലൈവായിരുന്നു, നവംബർ 1st വീക്ക് വരെയും. അപ്പോൾ അത്രയും ലൈവായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് ഈ കോൾ വരുന്നത്. അപ്പോൾ അത്രയും ലൈവായിട്ട് നിൽക്കുമ്പോഴും ഒരു പരാതിക്കാരി ആ ഘട്ടം വരെയും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ഒരു പരാതിക്കാരി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമായി തന്നെ ഉറപ്പായിട്ടും എനിക്കത് വിലയിരുത്തേണ്ടി വരുന്നു. കാരണം അത്രയേറെ മീഡിയ പ്രസൻസ് ഈ വിഷയത്തിന് റിപ്പോർട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട്. അതും കൊടുത്തിട്ടുള്ളത് വളരെ ഒരു പ്രത്യേകതരം ആംഗിളിലൂടെയാണ് താനും. അപ്പം അങ്ങനെ കൊടുക്കുന്നവർ ഒരു ശരിയായ ഒരു സ്ത്രീ സംരക്ഷണ ചിന്തയോടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം, മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ളിൽ ഒരു പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നിട്ടും അതിൻ്റെ പേരിൽ യാതൊരു ഇമോഷണൽ ബോണ്ടിങ്ങും ആ ഒരു മാധ്യമപ്രവർത്തക അവിടെ വർക്ക് ചെയ്ത സ്വന്തം സഹപ്രവർത്തകയോട് ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ടും ഒരു അജണ്ട ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പരാതിക്കാരെ അന്വേഷിച്ചിറങ്ങിയത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ, ഒരു യുവതിയുടെ വേദന അല്ലെങ്കിൽ വിഷമത്തിൽ ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് അവർ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഭാഗത്തുണ്ടായ ആ ഒരു നടപടിയാണോ പിന്നീട് അങ്ങോട്ട് മുൻപോട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് ലൈവുമായി താങ്കൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു? അവിടെയും താങ്കൾ രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടെടുത്തു, അല്ലെങ്കിൽ താൻ അതിജീവിതനൊപ്പമാണ് എന്നൊരു പ്രയോഗം അവിടെ നടത്തിയിരുന്നു. അതാണ് പ്രധാനമായും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് അതിജീവതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അവർ തന്നെ താങ്കൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസെടുത്തിട്ടില്ല അല്ലേ? ഇല്ലെന്നാണ് കേസെടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഈ റിപ്പോർട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വ്യക്തിമൈസ് ചെയ്യാനുണ്ടായ ആ ശ്രമമാണോ പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റാൻഡുമായി മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്? ഞാനൊരു തേർഡ് പേഴ്സണായിട്ട് ഞാൻ ഔട്ട്സൈഡ് കോൺഗ്രസ് ആയിരുന്നു അന്ന്. അപ്പം ഞാനൊരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനകത്തൊരു അജണ്ട ഉണ്ടെന്നുള്ളത് പ്യുവർലി കോമൺ സെൻസ് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിലേക്കൊരു എൻക്വയറി വരുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ നമുക്കൊരു ഉറപ്പ് വരും. കാരണം അന്വേഷിച്ച് നടക്കുന്നുണ്ട്, ഒരാളെ കിട്ടിയാൽ അത് വെച്ച് കുറച്ചുകൂടി ഇത് തന്നെ ഹയസ്റ്റ് ഫോം ഓഫ് സൈബർ പറഞ്ഞ മീഡിയ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമ വിചാരണ അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഒരാളെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്, അത് മനസ്സിലാക്കി. പക്ഷേ റിപ്പോർട്ടറിൻ്റെ ഒരു അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്താണ് തോന്നുന്നത്, അവിടെ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നും. മാത്രമല്ല, ഒരാളിങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ നാളെ നമ്മുടെ പാർട്ടിയിലുള്ള, ഞാൻ CPI ആണ്, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരാളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് എങ്കിലും ഒരാളെ പരാതിക്കാരെ അന്വേഷിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ എനിക്കത് കോൺഗ്രസിൽ വരുന്നതിന് മുൻപുള്ളൊരു അനുഭവമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൂടി നമ്മൾ പ്രതികരിക്കേണ്ടതാണ്, ഒരു വനിത എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടതാണ് എന്ന് തോന്നിയത് തന്നെയാണ് അത്തരം ഒരു കോൾ എനിക്ക് വന്നപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് എന്നെ നയിച്ചത്. അങ്ങനെ നയിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഭാഗമാകുന്നത്. അങ്ങനെ ഞാൻ ഈ വിഷയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ടല്ല ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വരുന്നത്. റിപ്പോർട്ടറിൻ്റെ റോൾ അവിടെ കഴിഞ്ഞു, വിളിച്ചു, അത് അവിടെ അവസാനിച്ചു. ഇനി എനിക്ക് അവരുമായിട്ട് നിലവിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു ഇച്ഛാണ് അന്നത്തെ ആ ഇൻസിഡന്റ് ഉണ്ടാക്കിയ ഒരു ഫീലിംഗ് ഓഫ് ഇച്ഛാണ് ഇപ്പോഴും ഇത് പുറത്തു വരുന്നത്. അതെ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയിൽ വിജയോത്സവം നടന്നിട്ടുണ്ടായിരുന്നു, വിജയാഘോഷം. അതായത് പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച എല്ലാ ജനപ്രതിനിധികളെയും ഒത്തുചേർന്നുകൊണ്ട് വലിയൊരു പ്രോഗ്രാമായിരുന്നു. ശ്രീ KC വേണുഗോപാൽ സാറാണ് അത് ഉദ്ഘാടകനായിട്ടുണ്ടായിരുന്നത്. ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആൻഡ് മോർ ഓവർ നമ്മുടെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ലൈവ് വരാറുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ജയിച്ചതിന് ശേഷം ലൈവ് വന്നിട്ടില്ല എന്നൊരു വിമർശനം അവിടെ പത്തനംതിട്ട ജില്ലയിലെ ചില അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിച്ചു. ചില പാർട്ടി ഇല്ലാത്ത പ്രദേശവാസികളായിട്ടുള്ള ചില സുഹൃത്തുക്കൾ ലൈവ് ഇല്ലേ എന്നൊരു ചോദ്യങ്ങളായി. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ലൈവ് വരേണ്ടതൊരു ഉത്തരവാദിത്തം പോലെ പലതവണ ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറി ലൈവ് വരണം എന്നുള്ളത്. അപ്പോൾ വിജയിച്ച ദിവസമാണ് ലൈവ് വരേണ്ടിയിരുന്നത്, വന്നില്ല.
സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ആയപ്പോൾ ലൈവ് വന്നില്ല. ഈ പരാതികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയാഘോഷം എന്തായാലും അന്നൊരു റീസൺ ഉണ്ട്, വിജയാഘോഷം വന്നു. അപ്പോൾ അന്ന് വിജയിച്ചതിൻ്റെ എൻ്റെ വിജയത്തിൻ്റെ ഓർമ്മ കൂടി പുതുക്കാൻ എനിക്ക് ലൈവ് വരാൻ സാധിക്കും. അന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ലൈവ് വരണം എന്നുള്ളത് ഒരു സുഹൃത്തുക്കളുടെ ആവശ്യം കൂടിയായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ അവരോട് ആലോചിച്ചിട്ടാണ് ലൈവ് വരുന്നത്. ഓക്കെ, വിജയിച്ചു, അതിൻ്റെ വിജയം പങ്കുവയ്ക്കാനായി വരുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഞാൻ ആ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ശരിക്കും അവിടെ ഊന്നൽ നൽകിയതും. കാരണം ഞാൻ 2 സൂം മീറ്റുകൾ ഇനി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്ത് ബേസിലുള്ള വികസന ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട് വികസനത്തെ കൊണ്ടുപോകണം എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്ക് വികസനത്തെ സംബന്ധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. പള്ളിക്കൽ 2025 എന്നൊരു ഫോൾഡർ ഉണ്ടായിരുന്നത് എൻ്റെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വ്യക്തിപരമായും പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ ലൈഫ് ഡാമേജ് ചെയ്യപ്പെട്ട 5 വർഷമായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ വിഷമത്തോടെയാണ് ഞാൻ പടിയിറങ്ങുവാൻ ഒരുങ്ങിയിരുന്നത്. അപ്പോൾ എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്കൊരു ചാൻസ് കിട്ടുകയാണ്, എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടായത് നികത്താനായിട്ടൊരു അവസരം വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചോടുകൂടി, ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ നോക്കിക്കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിൽ ജനങ്ങളുമായി സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വർക്ക് വെക്കുക. അപ്പോൾ എന്നോട് ഒരാൾ വർക്ക് പറയുന്നു, ആരെങ്കിലും ഒരു പാർട്ടി ലീഡർഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രദേശത്ത് നമ്മളോട് അടുപ്പുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരാളായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ആ വർക്ക് വെക്കുമ്പോൾ അതിലും പ്രാധാന്യത്തെ വെക്കേണ്ട ഒരു വർക്ക് ആര് വന്ന് പറയുമെന്നുള്ളൊരു ആശങ്കയിൽ ചിലപ്പോൾ വരില്ല, നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ എല്ലായിടത്തും നമ്മളുടെ കണ്ണോ നമ്മളുടെ ശ്രദ്ധയോ ഇറ്റ്സ് പ്രാക്ടിക്കലി ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു എപ്പോഴും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടുമ്പോൾ ഉറപ്പായിട്ട് ഒരു സൂം മീറ്റ് അവർ മിസ് ചെയ്താലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ നടത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആവശ്യങ്ങൾ കൃത്യമായി വരികയും ഞാൻ എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ടാണ് ഇപ്പോൾ വർക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രയോറിറ്റി എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിശദമായി പറയാനായിട്ടാണ് അന്ന് ശരിക്കും ഞാൻ ലൈവ് വരുന്നത്. സ്വാഭാവികമായിട്ടും കമൻസ് കഴിവതും എല്ലാം മറുപടി പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില കമൻസ് അതിലുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് അനുകൂലിച്ചുള്ള കമൻസ് ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ എന്നിലേക്ക് ഒരു തവണ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എന്നിലേക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു. കഴിവതും അത് മറുപടി പറയണ്ട എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ തുടർന്നു. എന്നിരുന്നാലും കടുത്ത ചോദ്യങ്ങളിലേക്ക് വന്നപ്പോൾ ഉറപ്പായിട്ടും മറുപടി പറയാതിരിക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. മറുപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വ്യക്തവും കൃത്യവുമായ ചോദ്യങ്ങൾ വന്നപ്പോൾ മറുപടിയും കൃത്യമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അങ്ങനെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ അതിജീവിതകളെക്കുറിച്ച് സംസാരിക്കുവാനും ഈ പരാതിയിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുവാനോ ചെയ്ത ഒരു ലൈവല്ല, സാന്ദർഭികവശാൽ അങ്ങ് സംഭവിച്ചു പോയതാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇനി വളരെ വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ 3 കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ ഈ പരാതികളിൽ ഒരു ദുരൂഹത കാണുന്നുണ്ടോ? നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ അന്ന് ലൈവ് വന്നപ്പോൾ തന്നെ അതിജീവതയെ അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിൽ ചിലർ പ്രചരിപ്പിച്ചു. അപ്പം അതിജീവതയെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചു എന്ന് ആ വാർത്തയെ എൻ്റെ ലൈവിനെ ആക്കി തീർക്കേണ്ടവർക്ക് ഉള്ള ചില മെറ്റീരിയലും അതിനുള്ളിലുണ്ടായിരുന്നു. ഞാൻ അതിജീവതയെ അങ്ങേറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത്, പരാതിക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ത്രീപക്ഷ നിലപാടുകളോ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എടുക്കേണ്ട നിലപാടുകളോ ഒന്നും ആ ലൈവിൽ, ഇപ്പോഴും ലൈവ് ഓൺലൈൻ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, അതൊന്നും തന്നെ കോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരിടത്തും. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യമായിരുന്നു മാധ്യമങ്ങൾക്കെങ്കിൽ അതിനുള്ള മെറ്റീരിയലും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുടെ മിക്സ് ഓഫ് ഒപ്പീനിയൻസ് ആൻഡ് ഇൻ ദാറ്റ് മിക്സഡ് ഒപ്പീനിയൻ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ഒരു വൺ സൈഡഡ് ആയിട്ട് ആ കാര്യം പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും ഇപ്പം ഞാൻ ആ വിഷയത്തിൽ നമ്മൾ ദുരൂഹത എന്നതിനപ്പുറത്തേക്ക് ഇപ്പം 3 കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെയും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിജീവതയെ അപമാനിച്ചു എന്നുള്ള ലൈനിലേക്ക് പിന്നീട് ഇത് മാറ്റപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സോഷ്യൽ പെർസ്പെക്റ്റീവിലും ലീഗൽ പെർസ്പെക്റ്റീവിലുമാണ് സ്വാഭാവികമായിട്ടും ഏതൊരു വിഷയവും നോക്കിക്കാണുക. അപ്പോൾ ഒരു നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഒരാൾ ചെയ്തത് തെറ്റല്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അയാളെ കുറ്റക്കാരനെന്ന് വിളിക്കുവാനുള്ള ധാർമ്മികമായ നിയമപരമായ അവകാശമില്ല. കാരണം നമ്മളെല്ലാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ നിയമവ്യവസ്ഥിതിയാണ്, നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതിയാണ്. അപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണോ ഈ വിഷയം പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ പറയുന്ന അലിഗേഷൻസ്, ഇപ്പോൾ ഫെനി നയനാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചാറ്റ്സ് പുറത്തുവിട്ടു. ആ സാഹചര്യത്തിൽ ഫെനി ആരോപിച്ചിട്ടുള്ള ഒരു വാചകം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, കാരണം ഫെനി ഇതിൽ പാർട്ടാണ്,
ഫെനിയെ ഇതിൽ അതെ, പ്രതി ചേർക്കപ്പെട്ട accused ആളാണ്. ആവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ അക്യൂസ്ഡ് ആണെന്നുള്ള രീതിയിൽ വലിയ വാർത്തകളും വന്നയാളാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള അവകാശമുള്ളയാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതിനകത്ത് പുറത്തുവിട്ട കുറച്ച് ചാറ്റ്സിനകത്ത് തന്നെ അയാൾ പറയുന്നത് എൻ്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല, ഞാൻ പലരെയും സമീപിച്ചിട്ട് ആരും കേൾക്കാൻ തയ്യാറായിട്ടില്ല. ചാനലുകൾ പോലും ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെന്ന് അതെ. ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരിക. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചു, ഒരു കോമൺ സെൻസ് ആണ്. മാധ്യമങ്ങൾ ഇത്രയും ഏറ്റെടുത്തൊരു വിഷയം ഒരു വാർ നടക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള അവർക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ പേഴ്സൺ സർവൈവർ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു വേദി ഉണ്ടാവണം. കാരണം ഫെനി അതിൽ അഫക്റ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ ഫെനി അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പുറത്തു വരുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസിലെ പരാതിക്കാർ അല്ലെങ്കിൽ അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകൾ മാരീഡ് ആയിരുന്നു, രാഹുലുമായി ബന്ധമുള്ളപ്പോഴും they were in a marriage relation with another fellow. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. രാഹുലിനോടും ഉറപ്പായിട്ടും സമൂഹം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളും നമുക്ക് കേൾക്കാം. അതിജീവിതമാരോടും അല്ലെങ്കിൽ സർവൈവേഴ്സ് അല്ലെങ്കിൽ പരാതിക്കാർ അവരോടും ചോദ്യങ്ങൾ സമൂഹത്തിൻ്റെ ഒരു ശൈലിയാണ്. നമ്മൾ എക്കാലവും ജീവിച്ചു വന്നത് സമൂഹത്തെ ഭയപ്പെട്ടും സമൂഹം എന്ത് ചിന്തിക്കും എന്ന് ജീവിച്ചു വരുന്നവർ തന്നെയാണ്. വൈ? ആ ചിന്ത നമ്മൾ എന്തുകൊണ്ടാണ് ആ ഫിയർ ഉണ്ടാവുന്നത്? ബിക്കോസ് ദേ ആർ കണ്ടിന്യൂസ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സമൂഹത്തിൻ്റെ ഒരു ബേസിക് നേച്ചറാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ മറ്റൊരാളുടെ സമൂഹമാണ്, മറ്റൊരാൾ എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ ഉത്തരം പറയുക എന്നതിനപ്പുറത്തേക്ക്, നമ്മളുടെ ഭാഗത്തുള്ള കൃത്യമായി ഉത്തരം പറയുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിട്ട് അഭിമുഖീകരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കൂട്ടിച്ചേർക്കാൻ എനിക്ക് സംശയം തോന്നിയ സ്വാഭാവികമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, നമ്മൾ ഈ വിഷയത്തിലുള്ള പരാതിക്കാർ, ആ പരാതിക്കാരെക്കുറിച്ച് ഞാൻ യാതൊന്നും തന്നെ പറയുവാനോ ആ വിഷയത്തിൽ ഇടപെടാനോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് നീതി ആവശ്യപ്പെട്ട് ഒരു നീതിപീഠത്തിനരികിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നീതി ലഭിക്കണം. ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. ബിക്കോസ് അവിടെ തന്നെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് അതിജീവിതമാരെക്കുറിച്ച് പരാതിക്കാരെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല. അതെ, ഇനി അവരുടെ ഭാഗം ഞാനിനി പറയുന്നില്ല. പക്ഷേ മറ്റൊരാളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചാൽ അതിന് തടസ്സങ്ങളില്ലെങ്കിൽ അത് പറയാം. ഇത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണം സ്പാർക്ക് ചെയ്യുന്നത് ഒരു നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരിതുവരെ രാഹുലിനെതിരെ ഒരു പരാതിയും രേഖാമൂലം നൽകിയിട്ടില്ല. അവരെവിടെയെങ്കിലും സാക്ഷിയായിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അതിജീവിതകളെക്കുറിച്ച് പറയേണ്ട അവരുടെ ആ നിലപാടിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഞാനും ശ്രദ്ധിച്ചു, സഹോദരിമാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന തരത്തിൽ സ്ത്രീപക്ഷ നിലപാടുമായി മുന്നോട്ട് വരിക. ദാറ്റ് ഇസ് റിയലി അപ്രീഷ്യബിൾ. കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ നിന്ന് പരിചയപ്പെട്ട് ആദ്യത്തെ 24 മണിക്കൂറിനകം തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് ഞാനും കണ്ടു. അങ്ങനെയുള്ള ഒരാളെ ഏതാണ്ട് 24 മാസങ്ങൾ കഴിയുമ്പോഴും ആ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ രാത്രി 12:28, ഉച്ചയ്ക്കല്ല, രാത്രി 12:28 വീഡിയോ കോൾ ചെയ്തത് എന്തിനായിരുന്നു ഈ വ്യക്തി? രാഹുൽ ചെയ്തു എന്നാണോ ഈ ആരോപണം ഉന്നയിച്ച ആൾ? രാഹുൽ വീഡിയോ കോൾ ചെയ്തതെന്നല്ല, തിരികെ രാഹുലിനെ വിളിക്കും. അതെ, പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരു ആസ് എ വിമൻ, ആസ് എ വനിത, എനിക്ക് ഒരാളോട് സംസാരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവിടെ ഒരു ബ്ലോക്ക്, അവിടെ അവസാനിച്ചു. അല്ലാതെ ഞാൻ കുറേ നാൾ തുടരുകയും നാൾ കഴിയുമ്പോൾ ഞാൻ രാത്രികാലങ്ങളിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യുകയും എന്നിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. ഇത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു വിസിൽ ബ്ലോവറെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു താങ്കൾക്ക് 100% ബോധ്യമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ അഭിമുഖം കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും, എങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇങ്ങനൊരു ബോധ്യമുണ്ടാവുക എന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ബോധപൂർവം യാത്ര ചെയ്തിരുന്നു. ഒരു വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദാറ്റ്സ് ഹൈലി സെൻസിറ്റീവ് ടോപ്പിക് ആൻഡ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു വിമൻ, സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്കൊപ്പം ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാചകമല്ല സ്ത്രീപക്ഷ നിലപാട്. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല സ്ത്രീപക്ഷ നിലപാട്. അത് വളരെ സ്ട്രഗിൾ ചെയ്ത്
എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തേണ്ടി വരും. വ്യക്തിജീവിതത്തിൽ നമുക്ക് കോട്ടങ്ങൾ ഉണ്ടാകും. ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെയാണ്. അതല്ലാതെ സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒരു തണുത്ത ശീതളമായിട്ടുള്ളൊരു അവസ്ഥയൊന്നുമല്ല ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിന്നീടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ ആ നിലപാട് പിന്നീട് വിജയിപ്പിച്ചെടുക്കാൻ നടത്തേണ്ടി വരുന്ന യുദ്ധങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സഹോദരിമാർക്ക് നിലപാടെടുക്കുകയാണ് എന്ന് കണ്ണിൽ പൊടിയിടുന്ന ഒരു വാചകവുമായി മുന്നോട്ട് വരികയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ? രാത്രി 12 മണി കഴിഞ്ഞ് തന്നെ 24 മണിക്കൂറിനകം മോശം ആണ് തനിക്ക് 24 മണിക്കൂർ കൊണ്ട് തന്നെ തന്നോട് മോശമായി പെരുമാറിയ ആളാണ് എന്ന് ആധികാരികമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു രാത്രികാലങ്ങളിൽ ആ വ്യക്തിയെ വീഡിയോ ഞാൻ ചോദിക്കുന്നതാണ്, ആ ഭാഗം പിടികിട്ടി. പക്ഷെ അതെങ്ങനെ, താങ്കൾക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ഇത്ര ഉത്തമ ബോധ്യമുണ്ടായി എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരു വിഷയത്തിൽ അതിലേക്ക് പറയാണ്, ഞാൻ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെക്കുറിച്ചുള്ള വാസ്തവം അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവൂ എന്നുള്ളത്. അതല്ലാതെ ഒരു മിയറായിട്ട് എനിക്ക് ചുറ്റും വരുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആധികാരികതയോടുകൂടി സംസാരിക്കരുത്. അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിൽ ആധികാരികതയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ അറിവ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു എൻക്വയറി ഉണ്ടാകാൻ പാടുണ്ടോ, ഉറപ്പായിട്ടും എനിക്ക് അത് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി സ്വാഭാവികമായും നിങ്ങൾ ഒരേ ജില്ലയിൽ പ്രവർത്തിച്ചവരായതിനാൽ പരിചയമുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ നിങ്ങളൊരു വിവാഹാലോചന പോലും നടന്നിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗം കേൾക്കുക? ഇപ്പോൾ അവർ ഒരുപാട് എന്താ പറയുക, അവർക്കുള്ള ട്രോമയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. രാഹുലിൻ്റെ കുടുംബം, ഇപ്പോൾ നമ്മൾ ഈ സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ രാഹുലിനൊരു അമ്മയുണ്ട്, രാഹുലിനൊരു സഹോദരിയുണ്ട്, സഹോദരിക്ക് കുഞ്ഞുങ്ങളുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ അവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. കോടതി ഒരു വിധി പറഞ്ഞിട്ടില്ല, നമ്മളെന്താ പറയുക, ട്രയൽ നടന്നിട്ടില്ല, അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി വിധി എഴുതുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു സോഷ്യൽ എക്സിസ്റ്റൻസും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ വീടിന് മുമ്പിൽ പോലീസ്, മാധ്യമങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അവരുടെ മകൻ ജയിലിനുള്ളിൽ കിടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെ പരിചയമുണ്ടോ? തീർച്ചയായിട്ടും പരിചയം. ഇപ്പം നമ്മളൊരു ജില്ലയിലാണ്. മോറോവർ എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയാവുന്നത്, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരുള്ള വീടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ വീട് എൻ്റെ വോട്ടറാണ്. അവരുടെ കുടുംബം, ഫാമിലി ഫുൾ എൻ്റെ വോട്ടേഴ്സാണ്. അപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ MLA LDF ആണ്. UDFൻ്റെതായിട്ടുള്ള ഒരു ജനപ്രതിനിധി അവിടെ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തമുള്ളൊരു വീടാണ്. ഇത്രയും വലിയൊരു മാസീവ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ധാർമ്മികമായി ആദ്യം എത്തിച്ചേരേണ്ട ജനപ്രതിനിധി ഞാനാണ്. അപ്പോൾ അത്രയും വലിയൊരു ബുദ്ധിമുട്ട് കൂടി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും എനിക്കുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വലിയ രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ചില ബോധ്യങ്ങളുണ്ട് എങ്കിൽ എനിക്ക് പരാതിക്കാരെക്കുറിച്ചോ അതിജീവിതമാരെക്കുറിച്ചോ യാതൊന്നും തന്നെ മെൻഷൻ ചെയ്യാനില്ല. അതൊക്കെ ഇറ്റ്സ് അപ് ടു ദ ഫൈനൽ വേർഡിക്റ്റ് ഓഫ് ദ കോർട്ട്. ഞാൻ അതിലേക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങളെ പിന്നീട് അങ്ങനെ ആക്കി തീർക്കുന്നവരോട് എനിക്ക് മറുപടി, അത് ഒരു പ്രതികാര നടപടി എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പക്ഷേ എനിക്കിതിൽ സംസാരിക്കേണ്ടത്, ഇതിൽ മുൻനിര പോരാളികളായിട്ട് അവതരിച്ചുകൊണ്ട് ചില അവതാരങ്ങൾ അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദെയർ റിയൽ ഇൻറ്റൻഷൻ? ഒരു ഗ്രഡ്ജ് തീർക്കുക എന്ന് പറയുന്ന ഒരു ഇപ്പം നമ്മൾ കാണാറുണ്ട്. വളരെ മുഖസൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, ഇപ്പോൾ ഒരാളുടെ കണ്ണിൽ മറ്റൊരാൾക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നുക, ഒരുപക്ഷെ ഇഷ്ടം തോന്നുക, അങ്ങനെ ഒരാളെ പ്രപ്പോസ് ചെയ്യുക, പ്രണയാഭ്യർത്ഥന നിരസിക്കുന്ന ഒരു സാഹചര്യം ആ പെൺകുട്ടിക്കുണ്ടായാൽ അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുക. നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും വളരെ വേദനയോടുകൂടി നമ്മൾ കാണുന്നതാണ്. അതുപോലെയാണൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു യൂത്ത് ഐക്കൺ എന്ന് കേരളത്തിലെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ പോലും ഒരു യൂത്ത് ഐക്കൺ ആയിട്ട്, ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള, ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ മുഖമായി, ഒരു പോരാളിയായി സമൂഹം വിലയിരുത്തുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാളോട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു താല്പര്യം, ആരാധന, പ്രണയമൊക്കെ പലർക്കും തോന്നിയേക്കാം. അത് ആയേക്കാം, മേ ബി. പക്ഷെ അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങോട്ടേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച്, അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത്, അങ്ങോട്ടേക്ക് ആ സമയത്തെല്ലാം കോളുകൾ ചെയ്ത്, അങ്ങോട്ടേക്ക് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്, ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ മെസ്സേജ്. അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒടുവിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഉള്ളൊരു മോഹഭംഗവും നിരാശയുമാണോ, അതിൻ്റെ പേരിലൊരു പകപോക്കലും പ്രതികാര നടപടിയുമാണോ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ നിലപാട് എന്ന് സ്വാഭാവികമായും തോന്നുന്ന സംശയം എല്ലാ മനുഷ്യർക്കും തോന്നും. ഈ വിഷയം അങ്ങനെ ഒരു സംശയം ഉണ്ടായി. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട്
അദ്ദേഹം തന്നെ പല ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനുകളിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹി ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദി കംപ്ലൈനൻറ്റ്സ്. അവർ വിക്ടിംസ് ആണെന്നോ ഒന്നും അയാൾ സമ്മതിക്കുന്നില്ല. ബട്ട് ഹി ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദി കംപ്ലൈനൻറ്റ്സ്. ധാർമ്മികമായി ഒരു മോറൽ സ്റ്റാൻഡേർഡ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂത്ത് ഐക്കണായി വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എന്താ പറയുക പാളിച്ചകൾ സംഭവിച്ചോ? അപ്പോൾ ഈ വിഷയം നമ്മൾ ശരിക്കും സോഷ്യൽ പേഴ്സ്പെക്റ്റീവിലും ലീഗൽ പേഴ്സ്പെക്റ്റീവിലും വിശദമായി കാണണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഈ വിഷയത്തിലെടുത്ത കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിലെടുത്ത നിലപാട് 100% ശരിയാണ് എന്നെനിക്ക് പറയേണ്ടി വരുന്നത് അവിടെയാണ്. അപ്പോൾ പാർട്ടി എടുത്ത നിലപാടിനോട് 100% യോജിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പാർട്ടി ശരിയായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതിനേക്കാളൊക്കെ ഒരുപാട് കടുത്ത നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത്. കടുപ്പമേറിയ നിലപാട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വവും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൊതുപ്രവർത്തകരായി സ്ത്രീകളുണ്ട്. ഇനി ഒരു പരാതിയുമായി ജനപ്രതിനിധികളെ കാണാൻ വരുന്ന നിരാലംബരായിട്ടുള്ള സ്ത്രീകളുണ്ടാകാം, അല്ലെങ്കിൽ നിരാലംബർ ഓർ നോട്ട് സ്ത്രീകൾ വരുന്നുണ്ടാവാം. അവിടെയൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് ചില കാര്യങ്ങൾ മാറുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ എന്നൊരു ചെക്ക് ആൻഡ് ബാലൻസിങ് ഇതുണ്ടാവണമല്ലോ. ഒരു പ്രോപ്പർ ചെക്കിംഗ് ഉണ്ടാവണം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഈ പൊളിറ്റിക്സിൽ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില നേതാക്കന്മാർ, പാർട്ടി ഭേദമന്യേ ചില നേതാക്കന്മാർ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളോടുകൂടി വരുന്ന ആ പാർട്ടിയിൽ സഹപ്രവർത്തകരായി ഒരുപക്ഷെ സ്വന്തം മകളുടെ പ്രായമുള്ളവരായിരിക്കാം, അങ്ങനെയുള്ളവരോട് പോലും മിസ്ബിഹേവ് ചെയ്യുകയും അതിന് നിൽക്കാത്തവർക്ക് എതിരെ പ്രതികാരമായിട്ട് പ്രവർത്തിക്കുകയും ഒരു ഭാര്യയും കുട്ടികളും ഒക്കെയുള്ള ചില യുവ നേതാക്കന്മാർ പോലും അത്തരത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് പ്രതികാരം എന്നോണം അവർ പരിഗണിക്കപ്പെടാതിരിക്കുകയും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ അവർ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ പരിഗണിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും അല്ലെങ്കിൽ ഇനി അവിടെ തുടരാൻ താല്പര്യമില്ലാതെയും ചിലർ മടുത്തു മാറിപ്പോകുന്നു. ചിലർ ഇത്തരം സാഹചര്യങ്ങൾക്ക് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ വരാൻ മടിക്കുന്നു. പൊതുവെ സ്ത്രീകൾക്ക് ആ ഒരു മടി ഉണ്ടാകാം. സ്ത്രീകളായിട്ടുള്ള വനിതാ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെയും സുരക്ഷിതമായ പാർട്ടി നേതൃത്വം ഉണ്ടാകണം. ആ സുരക്ഷിതമായ പാർട്ടി നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര ഇക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാലും സമൂഹം ആ ഒരു ഇക്വാളിറ്റിയുടെ പാതയിലേക്ക് പോയിട്ടില്ല. അത് സ്ത്രീയായിട്ട് ജീവിക്കുന്ന ചിലർ, അപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചില ഡിസ്കഷൻസ് ഫ്രണ്ട്സിനിടെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒരു സ്ത്രീകളിടുന്ന ഡ്രസ്സ് ഇട്ട് ഒരു ചുരിദാറോ സാരിയോ എല്ലാം എടുത്തുകൊണ്ട് ഈ സംവിധാനങ്ങളിലൂടെ ഓരോ തൊഴിലിടങ്ങളിലൂടെയും സഞ്ചരിച്ച് നോക്കുക. ദെൻ യു ക്യാൻ എക്സ്പീരിയൻസ് ഹൗ ദ വേൾഡ് ടു ദ ഫീമെയിൽസ് ടു ദ മെയിൽസിനുള്ളൊരു ലോകമല്ല വിമന്റെ ലോകം. സമീപനം അതെ, സ്ത്രീകളുടെ ലോകം, സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ലോകവും പുരുഷന്മാർ അനുഭവിക്കേണ്ടി വരുന്ന ലോകവും തമ്മിൽ ഉറപ്പായിട്ടും ജെൻഡർ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പാർട്ടി എടുത്ത നിലപാട് അവിടെ ശരിയാണ്. ആ കടുത്ത നിലപാട് തീർച്ചയായിട്ടും അത് ശരിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. അത് രാഹുലിനെതിരെ കൈക്കൊണ്ടത് കടുത്ത നിലപാട്. ഞാനിവിടെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് വേറൊരു സ്ത്രീയെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കാം. KJ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വരികയും ഷൈൻ ടീച്ചർ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഷൈൻ ടീച്ചറിൻ്റേതായി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. അതിനകത്ത് ഷൈൻ ടീച്ചർ പറയുന്നത്, ഞാൻ ആരുമായി ശാരീരിക ബന്ധം പുലർത്തണമെന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് പ്രതികരണങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളെങ്കിലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ രാജ്യത്തെ നിയമപ്രകാരം ഞാനൊരു കുറ്റക്കാരനല്ല എന്ന്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു നിയമങ്ങളും ഞാൻ തെറ്റിച്ചിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടവും പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഷൈൻ ടീച്ചർ ഒരു അതിജീവിതയാകുക, വിക്ടിമാണ് എന്നാണല്ലോ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. മറിച്ച് താങ്കൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അതിജീവിതൻ എന്നൊരു പദം ഉപയോഗിച്ചത്. അപ്പോൾ ഈ മോറൽ സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് താങ്കൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഈ മോറൽ സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ പുരുഷന് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വാക്ക് പൂർത്തിയാക്കിയില്ലെന്ന് തോന്നുന്നു, അതുകൂടെ പൂർത്തിയാക്കണം എന്നുണ്ട്. അപ്പം ഈ പ്രിവിലേജസ് എപ്പോഴും വിമന് പ്രിവിലേജസ് ഉള്ള ഒരു സൊസൈറ്റിയാണ്. അത് വേണം. ഈ പറഞ്ഞ പോലെ സമത്വത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാകുമ്പോൾ അവിടെ ഇക്വാളിറ്റി നമ്മൾ അറ്റൈൻ ചെയ്ത് വരുമ്പോൾ, ഇക്വാളിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈക്വാളിറ്റി നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു പ്രിവിലേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ മെൻ അൺഈക്വലായി മാറും. പുരുഷന്മാർക്ക് കിട്ടുന്ന ആ ഇക്വാളിറ്റിയിൽ നിന്ന് അവർ താഴേക്ക് പോകേണ്ടി വരും. അവിടെ സ്ത്രീക്ക് കിട്ടുന്ന പ്രിവിലേജ് മുകളിലേക്ക് പോകും. ആ അസമത്വം അവിടെ വീണ്ടും വരും.
അപ്പോൾ ആ അസമത്വത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ബാലൻസിങ് ആണ്. ബാലൻസിങ് ഉണ്ടാവണം. അപ്പോൾ അവിടെ എത്താനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഈ പ്രിവിലേജ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ, ഇപ്പോൾ ഷൈൻ ടീച്ചറുടെ കാര്യം തന്നെ, അതിന് മുമ്പ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യം പൂർത്തിയാക്കിയാൽ, ഇപ്പോൾ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ട് സൗന്ദര്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ആൾ ആ പ്രണയം നിരസിക്കുന്ന സാഹചര്യത്തിൽ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നത് പോലെ തന്നെയാണ് ഒരു യൂത്ത് ഐക്കണായിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളോട് ഇത്തരത്തിൽ ആരാധന തോന്നി അയാളുടെ പിന്നാലെ നടന്നൊടുവിൽ അയാൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, എന്നാൽ പിന്നെ അയാളെ സ്വാഭാവികമായിട്ടും ഒന്ന് മോശമാക്കാൻ കിട്ടുന്ന സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലർ മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ അത് അതിജീവിതമാരല്ല. ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ചിലർ മുന്നണി പോരാളികളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ, സ്ത്രീപക്ഷ നിലപാടുണ്ട് എന്ന് പറയുന്ന ചിലർ, വ്യക്തിപരമായി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാതെയാണ് നിങ്ങൾ വന്നതെങ്കിൽ, നിങ്ങളിങ്ങനെ പിന്നാലെ പോയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം അത് സ്ത്രീപക്ഷ നിലപാടാണ്. ദിസ് ഇസ് നോട്ട് എ സ്ത്രീപക്ഷ നിലപാട്. ഇത് ആക്ച്വലി ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്നത് പോലെ നമുക്ക് തോന്നും. മറ്റൊരു കാര്യം ചോദിക്കാം, ഷൈൻ ടീച്ചർ, അപ്പം ഞാൻ ഈ അതിജീവിതകളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നാമത്തെ കേസിലെ പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് പ്രതികരണം എന്താണെന്ന് വേർഡ് ബൈ വേർഡ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിജീവിതകളെ തിരിച്ചറിയുവാൻ സഹായകരമായ ഒന്നും പുറത്തേക്ക് വരരുത് എന്ന് നമ്മുടെ നിയമം നിഷ്കർഷിക്കുമ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, മാധ്യമ പ്രവർത്തകർ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അപ്പോൾ ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു വാക്കൊക്കെ ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ അതിജീവിതയുടെ വാക്കുകൾ ഒരു കപ്പയിൽ എൻഗ്രേവ് ചെയ്യുന്ന കപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഇടതുപക്ഷ പ്രൊഫൈലുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിവൈകാരികത വിൽക്കപ്പെടുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ പോസ്റ്റ് തപ്പിയെടുത്ത് വായിച്ചു, ഞാൻ അതിജീവിതയെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അവിടെ ജനിക്കാത്ത, നമ്മുടെ രാജ്യത്ത് ഗർഭാവസ്ഥയിൽ ഒരു കുട്ടിയുടെ ജെൻഡർ അറിയാൻ ശ്രമിക്കാൻ പാടില്ല. അപ്പം ജനിക്കാത്ത ഒരു കുട്ടിക്ക് പേര് പോലും കൊടുത്തുകൊണ്ട് അതിവൈകാരികമായിട്ടാണ് ഇപ്പോൾ ആരോപണ വിധേയനായ, നിങ്ങൾ തന്നെ ഉപയോഗിച്ച വാക്കുകൾ പ്രകാരം അതിജീവിതൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗം ആളുകൾ, വലിയൊരു വിഭാഗം ആളുകൾ അതിജീവിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതും സ്ത്രീകളാണ് ചെയ്യുന്നത്. ഞാൻ വിക്ടിംസിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ വിക്ടിംസിൻ്റെ വാക്കുകൾ എടുത്ത് ആഘോഷമാക്കിക്കൊണ്ട് അതിവൈകാരികത മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക, വനിതാ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? ഞാൻ ആ വിഷയത്തിൽ ഒരാൾക്ക് ഇമോഷണലി ഇട്ട പോസ്റ്റിനെ കുറിച്ചോ മറ്റോ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എനിക്ക് ആ പോസ്റ്റ് വായിക്കുമ്പോൾ അതിലുണ്ടാവുന്ന മുമ്പേ താങ്കൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇമോഷണലി ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അതെനിക്ക് ഈ പറയുന്ന കുറച്ച് ദിവസം മുൻപ് അതിജീവിതയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞൊരാൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. അതങ്ങനെയല്ല എന്നാരും നിഷേധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ആ പോസ്റ്റ് ആ വ്യക്തി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. ആ വൈകാരികതയിലേക്ക് മാത്രമേ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിജീവിതൻ എന്ന് പറയുന്ന പേര്, നമ്മൾ ആ പട്ടികയുണ്ട്. അതിജീവിതൻ ഒരാളാണെങ്കിൽ രണ്ടാമനായി, മൂന്നാമനായി മറ്റു പേരുകളുണ്ട്. മനസ്സിലായി. ഇപ്പം ഞാനിവിടെ കൃത്യമായിട്ടൊന്ന്, അതായത് ഞാനിപ്പോൾ താങ്കളുടെ നിലപാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നതും വിലയിരുത്തപ്പെടുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യായീകരണം നടത്തുന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവെന്നാണ്. പണ്ട് ഇടതുപക്ഷത്തിൻ്റെ വനിതാ നേതാവെന്നാണ്, ഇപ്പോൾ അത് പാർട്ടി മാറി. പക്ഷെ താങ്കൾ സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും രാഹുലിനപ്പുറം ഈക്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ അതിജീവനത്തെക്കുറിച്ച് പറയുമ്പോഴുമെല്ലാം താങ്കൾ പല ആളുകളുടെയും, അപ്പോൾ ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് പോലെ അത് വളരെ ഫിൽറ്റേർഡായിട്ട്, റിഫൈൻഡായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ രൂപീകൃതമായത്? അതായത് സ്ത്രീകളുടെ പക്ഷം പറയുന്ന ഒരു കാലഘട്ടത്തിൽ, സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നിരുന്ന്, അതും അവിവാഹിതയായ പൊതുരംഗത്ത് ജനപ്രതിനിധിയായിരിക്കുന്ന സ്ത്രീ വന്നിരുന്ന് പുരുഷൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു കൗതുകം കൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം, ഒരുപാട് ലെങ്തിയാക്കുന്നില്ല, അതും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമാണ്, സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. സോ ഒരു സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ജെൻഡറിനെ മാത്രമല്ല, എല്ലാ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയുമാണ്. നമ്മൾ ഭരണഘടനയിൽ തന്നെ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പോലും നമ്മൾ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഡൗൺ ടോഡൻ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു
ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് പറയും. അവിടെയൊക്കെ നമ്മൾ ഒരു വിഷയത്തിൽ ഒരു സമൂഹത്തിൽ ഹൂ ഇസ് ദ ഡൗൺ റോഡ് ആൻഡ് കോണ്ടെക്സ്റ്റുവലാണ്. ദാറ്റ് ഈസ് റിലേറ്റീവ്. നമുക്ക് ജനറലി ഇവരെല്ലാം ഡൗൺ റോഡാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിരുന്നേ, ഇത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദ ഡെഫിനേഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച്. ആ ചേഞ്ചിനെ നമ്മൾ അഡാപ്റ്റീവ് ആവണം, ആ ചേഞ്ചിനെ ഉൾക്കൊള്ളാൻ പറ്റണം. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റോടു കൂടിയും പോസിറ്റീവ് കാഴ്ചപ്പാടോടും കൂടിയാണ് സമൂഹത്തെ കണ്ടതും. അതുകൊണ്ട് തന്നെ ശരി എല്ലായിടത്തും ഒന്നാണ് എങ്കിൽ നമ്മൾ സ്ത്രീകളിൽ തന്നെ കുറ്റവാളികളായിട്ടുള്ളവരുണ്ട് അല്ലേ, കുട്ടികളിൽ കുറ്റവാളികളായിട്ടുള്ളവരുണ്ട്. അവിടെയൊക്കെ നമ്മൾ കുട്ടിയാണ് എന്ന് പരിഗണന നിയമം കൊടുക്കുമ്പോഴും ദർ ഇസ് എ ക്രൈം ദാറ്റ് ഹാസ് ബീൻ ഹാപ്പൻഡ് ബൈ ദ ചൈൽഡ് എന്ന് പറയില്ലേ. അവിടെ ഒരു അറിവില്ലായ്മ, അതെ, അറിവില്ലായ്മ എന്ന് നമ്മൾ പറയുന്നു. ആ അറിവില്ലായ്മ കുറച്ചുകൂടെ ഒരു 15 വയസ്സിൽ താഴെയാണെങ്കിൽ നമ്മൾ അറിവില്ലായ്മ എന്ന് പറയും. ഇന്നത്തെ കാലത്ത് അതും പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ ടെക്നോളജി അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മൾ അവിടെയും വരും. ഇനിയിപ്പോൾ ഈ 18 വയസ്സ് എന്നുള്ളത് കുറേ കൂടെ താഴും. കാരണം 18 വയസ്സിന് സ്ഥാനത്ത് 15 വയസ്സാകുമ്പോഴേ 18 വയസ്സിന്റെ പക്വതയുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിയമം ചിന്തിക്കുന്നുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പോലും. അതെ, അത് ആ ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ വ്യക്തിപരമായിട്ട് അത് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിനെ ബിൽഡ് ചെയ്ത് വരാൻ അത് തന്നെയാണ് റീസൺ. പിന്നെ അച്ഛനുണ്ട് വീട്ടിൽ, എനിക്ക് 2 ജ്യേഷ്ഠന്മാരാണ്. അപ്പോൾ ഞാൻ ഒരു ജെൻസ് എന്ന് പറയുന്നത് ഞാൻ കണ്ടു വളരെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളായുള്ള എൻ്റെ സമൂഹത്തിലുള്ള ഒരു കൂട്ടരെ നമ്മൾ കണ്ടു വളരുകയാണ്. അത് അതർ ജെൻഡർ എന്നുള്ളത് കൊണ്ട് എനിക്ക് സമൂഹവും നിയമവ്യവസ്ഥയും പ്രിവിലേജ് തരുന്നു എന്നുള്ളതുകൊണ്ട് ഐ ആം ഓൾവേസ് ദി പ്രിവിലേജ്ഡ് എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ബോധ്യം എനിക്കുണ്ട്. മാത്രമല്ല നമ്മൾ പൊതുവെ പറയാറുണ്ട്, പണ്ട് കാലത്തുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ വീട്ടിലുള്ള ആളെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ ലയബിലിറ്റിയാണത്? സഹോദരൻ്റെ ലയബിലിറ്റിയാണ്. ആ വ്യക്തി ഇപ്പോൾ ഒരു വീട് കൊടുക്കും. നമ്മുടെ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം പറയുകയാണ്, കുടുംബം വീട് ആർക്കാണ്, ഒരു 10-15 സെൻറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അത് മകന് കൊടുത്തുകൊണ്ട് ആ പുരയിടവും വീടും വിറ്റാൽ കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഒരു ആൺകുട്ടി പോകും. എന്താ, നിനക്ക് ജോലിയുണ്ട്, അപ്പോൾ പഠിച്ച് ജോലി വാങ്ങിച്ചതാരാ? വീട് കൊടുത്തു, ശരി, ബാധ്യതപ്പെടുന്നതാരാ? ഇങ്ങനെ നമ്മൾ പുരുഷ സമൂഹത്തെ സെപ്പറസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ പ്രശ്നമുണ്ട്, അവരുടെ ഒപ്പീനിയൻ കേൾക്കാത്ത, അവരുടെ താല്പര്യങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ വിദ്യാഭ്യാസം ചെറിയ ഒന്നല്ല, ബീങ് എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ശാക്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു സൊസൈറ്റി കൊടുക്കുന്ന പവർ സ്ത്രീകൾ നേടിക്കഴിയുമ്പോൾ അത് വെച്ച് അവർ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെയും ഈ പറയുന്ന സഹോദരനെ നമ്മുടെ സഹോദരനായിപ്പോയി, അതൊരു ആണായിപ്പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വളരെ വ്യക്തമാണ്, വളരെ വളരെ ക്ലിയർ ആണ്. പക്ഷേ താങ്കളോട് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ഒരുപാട് വിമർശനത്തിന് വിധേയമാകാൻ സാധ്യതയുള്ളൊരു പാതയിലൂടെ, ഒരു നിലപാടിലൂടെയാണ് ഈ പോക്ക്. പൊതുരംഗത്ത് എന്തു സംഭവിച്ചാലും വെല്ലുവിളികളെ അതിജീവിച്ച് തുടരും, ഒരു അതിജീവിച്ച് തുടരും. ഞാൻ കാര്യം മനസ്സിലായി. അങ്ങനെ തുടരാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടോ, അതോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് മടുക്കുമ്പോൾ ഇട്ടിട്ട് പോകണം എന്നൊരു തീരുമാനമുണ്ടോ? ഒരിക്കലും ഇല്ല. അവിടെ ശരിയാണ്, ഞാൻ ഒരിക്കൽ ഒരു ഇടം ഇട്ടിട്ട് പോയതാണ്. ഞാൻ ചോദിച്ചു, ആ ഇടം ഇട്ടിട്ട് പോയതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പൊതുരംഗം ഒരിക്കലും ഇല്ല, ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ നിലനിൽക്കും എന്നൊരു വാശിയോടുകൂടിയാണോ മുന്നേറുന്നത്? ഫൈറ്റ് ചെയ്ത് നിലനിൽക്കും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അഭിപ്രായങ്ങൾ പറഞ്ഞ് നിലനിൽക്കും തന്നെയാണ് അവിടെ ഫൈറ്റ്. തീർച്ചയായും അഭിപ്രായം, ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ വിലയിരുത്തുന്നതനുസരിച്ച് സ്വാഭാവികമായും ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിലനിൽക്കും എന്നൊരു തീരുമാനമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ എൻഡ് റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. ഞാൻ CPIയുടെ ഭാഗമായി നിന്ന് പറഞ്ഞ കുറച്ച് വിമർശനങ്ങളുണ്ട്. ആദർശം എന്ന് പറയുന്ന ടാഗ് കഴുത്തിൽ സൂക്ഷിക്കുമ്പോൾ LDFൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ ആദർശക്കാരെന്ന് CPMനെ വിമർശിക്കുമ്പോൾ മാത്രം ഒരു ആത്മനിർവൃതി കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ദുരവസ്ഥയിലേക്ക് സഞ്ചരിച്ചു CPI. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഞാൻ ഇതൊക്കെ തന്നെ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ 3 ലക്ഷം രൂപ വാങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിൻ്റെതായിട്ട് ഞങ്ങളെ വഴിവിട്ട ബന്ധത്തിൽ കാര്യങ്ങളിലേക്കൊന്നും നയിക്കരുത്, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെപ്പോഴാണ് പറയേണ്ടി വന്നേ? വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട്, വളരെ മോശമാക്കിക്കൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പിരിവ് തരാറുണ്ട് എന്ന് റിമൈൻഡ് ചെയ്തപ്പോഴാണ് ആ തുക കൃത്യമായി പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഒന്ന് മാത്രം ചോദിക്കട്ടെ അദ്ദേഹത്തോട്, വഴിവിട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരാളാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ എന്തിനായിരുന്നു ആ പണം വാങ്ങിയത്? ഇനി ആ പണം വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഒരു തരത്തിലും ട്രിഗർ ചെയ്യാതെ ഒരാളിരിക്കുന്നു, അയാളെ അനാവശ്യമായി എനിക്കൊരു ആദർശ ടാഗിൻ്റെ ബാറ്ററി ഇച്ചിരി ഡൗൺ ആയി, ഒന്ന് റീചാർജ് ചെയ്യപ്പെടണം, സോ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റുമായി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതല്ലേ? അവിടെ ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമല ഇഷ്യൂ ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രശ്നമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശബരിമല കൊള്ള നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അവരുടെ KP ശങ്കർദാസ് അദ്ദേഹത്തെ CPIയുടെ പ്രതിനിധി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ
എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. ശ്രീ ബിനോയ് വിശ്വം ശ്രീ KP ശങ്കരദാസിനെ വിശേഷിപ്പിച്ച പദമാണ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി. അതെ. അപ്പോൾ ആരോപണങ്ങൾ, അറസ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെക്കാളൊക്കെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ പദവികളിലിരിക്കുന്നവർ ഇങ്ങനെയാണോ ഒരു വിഷയത്തെ നോക്കിക്കാണേണ്ടത്? ആ വിഷയത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടാണ് വേണ്ടത്. അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് നിയമം കൂടി ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അവിടെയാണ് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് ശരിയായി മാറുന്നത്. അവിടെ എന്ത് തീരുമാനിക്കപ്പെട്ടു എന്നുള്ളതല്ല, ആ സമയത്ത് ആ കേൾക്കുന്ന കാര്യം വെച്ച്. കാരണം മാധ്യമങ്ങൾ സൃഷ്ടിച്ച ആ ശബ്ദ കോലാഹലം സ്റ്റിൽ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശബ്ദമുണ്ട്. അതെ, ആ മീഡിയ അത്രയും വലിയ കോലാഹലം ഉണ്ടാക്കുമ്പോൾ പാർട്ടി നേതൃത്വം മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? മീഡിയയിലെല്ലാം തന്നെ ഇത്രയും വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അയാൾക്കെതിരായിട്ട് ഇത്രയും വലിയ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ അതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ഉച്ചത്തിലുള്ള നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ വളരെ പവർഫുള്ളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ എല്ലാവരും ഒരു നോയ്സ്, ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ സംസാരം, വലിയ ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികളിരുന്ന് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ അങ്ങനെയല്ല മാധ്യമങ്ങൾ. അവർ വലിയ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകൾ വലിയ മൈക്കിൽ പലയിടങ്ങളിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പോകുന്ന പോലെയാണ് മാധ്യമങ്ങളുടെ ഇരമ്പം ഉണ്ടാവുക. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പായിട്ടും അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ആ അഡ്രസ്സിങ് അവിടെ നടക്കുമ്പോൾ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടി പോകുമ്പോൾ എന്താണ് CPI ചെയ്തത്? തുടക്കത്തിൽ തന്നെ ഫൈനൽ തീരുമാനം പറഞ്ഞു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള സ്യൂഡോ ആദർശ ബോധങ്ങളെയാണ് ശരിക്കും ഞാൻ അതിനുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്തതും പരാതി കൊടുത്തതും ഒടുവിൽ അവിടെ ആദർശമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയതും. അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില സഹോദരിമാർക്ക് വേണ്ടിയിട്ട് വരുന്ന പോലെയല്ല ഞാൻ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് വരുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങളുടെ ക്ലാരിറ്റി ഉണ്ടാവും, അഭിപ്രായങ്ങളുടെ ബോധ്യമുണ്ടാകും, അതിന് എവിഡൻസുകളുടെ ബേസ് ഉണ്ടാവും, അത്രമാത്രം. അപ്പോൾ അഭിപ്രായങ്ങളുടെ ക്ലാരിറ്റിയോടുകൂടി ബോധ്യത്തിൽ ഉറച്ച് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുമായി സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.